ഹായ് നമസ്കാരം. വ്ളോഗേട്ടനാണ്. ഇന്നിപ്പോൾ 1-ാം തീയതിയാണ് കേട്ടോ, ഏപ്രിൽ 1-ാം തീയതിയാണ്. അപ്പോൾ ഇന്നലെ കടലാക്രമണം ഉണ്ടായി എന്നുള്ള വാർത്ത നിങ്ങളെല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഇപ്പോൾ തൃശ്ശൂർ തൊട്ട് തിരുവനന്തപുരം വരെയുള്ള തെക്കോട്ട് ഉള്ള ഭാഗങ്ങൾ മിക്കവാറും കുറേ സ്ഥലത്തൊക്കെ കടലാക്രമണം ഉണ്ടായിരുന്നു. അപ്പോൾ കുറേ പേരൊക്കെ മെസ്സേജ് അയച്ചും വിളിച്ചും ഒക്കെ ചോദിക്കുന്നുണ്ട് നമ്മുടെ അവിടെ എന്താണ് അവസ്ഥ. സാധാരണ ഞാൻ വീഡിയോ ഇടാറുള്ളതാണല്ലോ, എന്താണ് വീഡിയോ ഒന്നും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പേര് ചോദിച്ചിരുന്നു. അപ്പോൾ നമ്മുടെ അവിടെയും നല്ല രീതിയിൽ തന്നെ നല്ല കടലേറ്റം ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതിനെ കള്ളക്കടൽ എന്നൊക്കെയാണ് പറയുന്നത്. ഈ കള്ളക്കടൽ എന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല, അതായത് നല്ല രീതിയിൽ കുഴപ്പമൊന്നുമില്ലാതെ ശാന്തമായിട്ട് കിടക്കുന്ന കടൽ പെട്ടെന്ന് ഒന്ന് ക്ഷോഭിക്കുക, പെട്ടെന്ന് കയറി വരിക. അത് നമ്മൾ പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനെ കള്ളക്കടൽ എന്ന് പറയുന്നത്. അത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട്. ഏകദേശം ഈ ഒരു സമയത്ത് മാർച്ച് ഏപ്രിൽ ഈ ഒരു സമയത്ത് എല്ലാ വർഷവും ഉണ്ടാവാറുണ്ട് ഈ കള്ളക്കടൽ എന്ന് പറയുന്ന പ്രതിഭാസം. അതായത് ഒട്ടും നമ്മൾ പ്രതീക്ഷിക്കില്ല. കാലവർഷം കാറ്റോ കാലവർഷമല്ല മഴക്കാലമല്ല ന്യൂനമർദ്ദ സൂചനകളോ ന്യൂനമർദ്ദങ്ങളെ സംബന്ധിച്ച വാർത്തകളോ ഒന്നും ഉണ്ടായിരിക്കില്ല. അങ്ങനെയുള്ള സമയത്തൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കുമല്ലോ കടൽ എപ്പോഴും കയറി വരാമെന്നുള്ളത്. പക്ഷേ അതൊന്നും ഇല്ലാതെ സാധാരണഗതിയിൽ ശാന്തമായി കിടക്കുന്ന കടൽ ഒരു ദിവസം പെട്ടെന്ന് കലിതുള്ളി അങ്ങ് കയറി വരിക. അതാണ് ഈ കള്ളക്കടൽ എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഇന്നലെയും ഉണ്ടായിട്ടുള്ളത്. ഇവിടെയൊക്കെ നല്ല രീതിയിൽ തന്നെ കടൽ കയറിയിട്ടുണ്ട്. കടൽ കയറി ഇവിടെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും. ഇത് നമ്മൾ മുമ്പ് കാണിക്കാറുള്ളൊരു വീടാണ്. ഇവിടെ ആൾതാമസം ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും അവരിതാ ജസ്റ്റ് ഒരു വാടക വീട്ടിലേക്ക് മാറിപ്പോയതാണ്. അവർ ഇത്രയും നാൾ ഇവിടെ താമസിച്ചിരുന്ന സ്ഥലമാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും കാണിക്കാറുണ്ട് ഇവിടെയൊക്കെ ഈ വീടിൻ്റെ ചുറ്റും. ഇപ്പം ഇവിടെ മണൽ കയറ്റി വെച്ചിട്ടുള്ളതുണ്ടോ, ഇതുപോലെ വീടിൻ്റെ ചുറ്റും മണൽ JCB കൊണ്ടൊക്കെ കയറ്റി വെച്ചിട്ടാണ് ഇവരിവിടെ കഴിഞ്ഞിരുന്നത്. പക്ഷേ ഇപ്പോൾ അതൊന്നും പറ്റാത്ത അവസ്ഥ. ഇന്നലെ ഇതിലൊക്കെ വെള്ളം അടിച്ചൊഴുകായിരുന്നു. ഈ വീടിൻ്റെ ഉള്ളിലേക്കൊക്കെ മണലും ഒക്കെ അടിച്ച് കയറ്റിയിട്ടുണ്ട്. ഈ വീടിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. കണ്ടോ, ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ മണലൊക്കെ അടിച്ച് കയറ്റി. അതായത് ഇവിടെ മുമ്പുണ്ടായിരുന്ന വീടുകളൊക്കെ എങ്ങനെയാണോ പോയത്, ഇവിടെയൊക്കെ ഒരുപാട് വീടുകളുണ്ടായിരുന്നതും അത് നഷ്ടപ്പെട്ടതും കടലാക്രമണത്തിൽ പോയതൊക്കെ നമ്മൾ മുമ്പ് കാണിച്ചിട്ടുണ്ട്. ആ വീടുകളൊക്കെ എങ്ങനെയാണോ ഇവിടുന്ന് അപ്രത്യക്ഷമായത് അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഈ വീടിൻ്റെ അവസ്ഥ. അതുപോലെ തന്നെ ആ മണലൊക്കെ കൊണ്ട് കയറ്റി. ഈ വീടിൻ്റെ മുമ്പത്തെ വീഡിയോ ഞാനൊന്ന് വേണമെങ്കിൽ സൈഡിൽ കാണിക്കാം. എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മുമ്പത്തെ വീഡിയോ ഉണ്ടെങ്കിൽ ഞാനൊന്ന് കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് കാണാൻ പറ്റും. ഈ വീടിൻ്റെ മുകളിലേക്ക് വരെ അത്രയും ഹൈറ്റിൽ മണൽ കയറി. കണ്ടോ, അത്രയും ഹൈറ്റിലേക്ക് മണൽ അടിച്ച് കയറ്റിയിരിക്കുക. നോക്കിയാൽ ഈ വീടിൻ്റെ ഏകദേശം പകുതിയോളം ഇപ്പോൾ മൂടിക്കൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇന്നും നാളെയും, അതായത് 2 ദിവസം കൂടി ഈ ഒരു പ്രതിഭാസം ഉണ്ടാവും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കള്ളക്കടൽ എന്ന് പറയുന്ന ഈ ഒരു കടലേറ്റം 2 ദിവസം കൂടി ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 ദിവസം കൂടി ഉണ്ടെങ്കിൽ പിന്നെ എന്താവും അവിടുത്തെ അവസ്ഥ എന്ന് പറയാൻ പറ്റില്ല. അതുപോലെ ഇവിടെ തെങ്ങുകളുടെയൊക്കെ കാര്യങ്ങളൊക്കെ വേണ്ടോ, തെങ്ങുകളൊക്കെ നിൽക്കുന്നതുണ്ടോ. കണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഇപ്പോൾ വെള്ളം ഒഴുകുന്നില്ല, പക്ഷേ ഇന്നലെ ഒഴുകിയതിൻ്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത്. കണ്ടില്ലേ, ഈ വീട് ഏകദേശം തീർന്നു. അതായത് ഇത് പൊളിഞ്ഞു വീഴാറായി. ഇനിയിപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് മണലടിച്ച് കയറ്റും. അതുപോലെയാണ് സംഭവം ഉണ്ടാകാൻ പോകുന്നത്. ഇനിയിപ്പോൾ മഴക്കാലമാണ് വരുന്നത്. ഇതിലേക്ക് ഇന്നലെ വെള്ളം ഭയങ്കരമായിട്ട് വെള്ളം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇതിലെല്ലാം ഒഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിൻ്റെ അടയാളങ്ങൾ നിങ്ങൾക്ക് കാണാം. ഇതാക്കണ്ടോ, ആ ഒരു വീട് ഇപ്പോഴും ഇതിൻ്റെ ഫ്രണ്ടിലേക്കൊക്കെ നോക്കി ഇതിലൊക്കെ വെള്ളവും മണലും ഒഴുകിയിട്ട് കൊണ്ട് കയറ്റിയിരിക്കും. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ചതാണ് ഇതൊക്കെ. അതുപോലെ തന്നെ ഇവിടെയൊക്കെ നിങ്ങൾക്ക് കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും, ഭയങ്കരമായിട്ട് അതിഭയങ്കരമായിട്ട് കടൽ കയറിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇന്നിപ്പോൾ വൈകിട്ട് എന്താണ് ഉണ്ടാവുക എന്നൊന്നും അറിയില്ല. എന്തായാലും വൈകിട്ട് ഞാനിവിടെ ഉണ്ടാവും. അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈവായിട്ട് തന്നെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇന്നലെ ആ സമയത്ത് കടൽ കയറുന്ന സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ഇടാൻ പറ്റാതിരുന്നത്. എന്തായാലും നമുക്ക് അങ്ങോട്ടൊന്ന് നടന്ന് നോക്കാം, കുറച്ച് ദൂരം കൂടി നടന്ന് നോക്കാം. അവിടുത്തെ അവസ്ഥ എന്താണെന്നുള്ളത് ഒന്ന് പോയി നോക്കിയിട്ട് വരാം. ഇവിടെയൊക്കെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നല്ല ഭംഗിയാക്കി ഇട്ടിട്ടുണ്ട്. അതായത് ഇവിടുത്തെ വേസ്റ്റും ചപ്പും ചവറും എല്ലാം അടിച്ചു കൂട്ടി കൊണ്ടുപോയിട്ടുണ്ട്. ഇതെല്ലാം കൊണ്ടുപോയി കയറ്റിയിരിക്കുന്നത് ആ പുഴയിലേക്കാണ് കേട്ടോ. ആ പുഴ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിഷമാവും. പുഴയിൽ കംപ്ലീറ്റ് ചപ്പ് ചവറ് തേങ്ങ അതുപോലുള്ള സാധനങ്ങളൊക്കെ നിറഞ്ഞു കിടക്കുക. ഇവിടെയൊക്കെ വെള്ളം കയറിയിട്ടുള്ളതിൻ്റെ അടയാളങ്ങൾ, ഈ ഒഴുകിയിട്ടുള്ളതിൻ്റെ അടയാളങ്ങൾ നമുക്ക് കാണാം. കണ്ടോ, ആ പറമ്പിൽ വരെ നിറച്ച് വെള്ളം കെട്ടി കിടക്കുക.
ഇതൊക്കെ കടൽ വെള്ളമാണ് അവിടെയൊക്കെ കെട്ടി കിടക്കുന്നത് കേട്ടോ. അതുപോലെ അവിടെ ഒരു വീടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അതിപ്പോൾ ഒരു ഹോം സ്റ്റേ പോലെ ഒക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വീടാണ്. ഹോം സ്റ്റേ ആയിട്ട് ആളുകൾ വന്ന് താമസിക്കുക അങ്ങനെയൊക്കെ ഉണ്ടായിരുന്ന വീടാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അവിടെയും അവസ്ഥ വളരെ കഷ്ടം തന്നെയാണ്. ഇപ്പോഴും കടൽ കൂടുതൽ തന്നെയാണ് കേട്ടോ. കടൽ ഇപ്പോൾ ഇറക്കമാണ് സത്യം പറഞ്ഞാൽ. വൈകുന്നേരമാണ് കടൽ ഇന്നലെ വൈകുന്നേരമാണ് കയറിയത്. ഇന്നും ആ സമയത്ത് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്. പക്ഷേ ഇപ്പോഴും കടൽ കുറച്ച് പ്രശ്നത്തിൽ തന്നെയാണ്. ഇതിൻ്റെ ശബ്ദവും എനിക്കിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് തന്നെ നന്നായിട്ട് കടലിൻ്റെ ശബ്ദം കേൾക്കാം ഭയങ്കരമായിട്ട്. കഴിഞ്ഞ ദിവസം വരെ സൈലൻ്റായി കിടന്നിരുന്ന കടലാണ് കേട്ടോ. രാവിലെയൊക്കെ നല്ല സൈലൻ്റ് ആയിരുന്നു. വൈകിട്ടാണ് പിന്നെയും കുറച്ച് ഒരു ശബ്ദവും അതുപോലെ കാറ്റുണ്ടാവാറുണ്ട് വൈകിട്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് തിരമാലകളും ഒക്കെ ഉണ്ടാവാറുള്ളത്. രാവിലെയൊക്കെ വളരെ വളരെ ശാന്തമായിട്ട് കിടക്കുന്ന കടലായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി ഭയങ്കരമായിട്ട് ഈ വീടിൻ്റെ ചുറ്റും ഈ പറഞ്ഞ പോലെ തന്നെ നിറച്ച് മണൽ JCB കൊണ്ട് ഇവർ മണൽ കയറ്റി വെച്ചിട്ട് വീടിനെ സേഫാക്കാൻ വേണ്ടി അങ്ങനെ കഴിഞ്ഞിരുന്നതാണ്. ഇപ്പോൾ കണ്ടില്ലേ, അതൊക്കെ ഇടിച്ച് നിരത്തി അതൊക്കെ കൊണ്ട് കയറ്റിയതാ. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കൊണ്ട് കയറ്റിയിരിക്കുക കേട്ടോ. മണ്ണ് ഫുള്ള് മണൽ കൊണ്ട് അടിച്ച് കയറ്റിയിരിക്കുക. വീടിൻ്റെ വാതിൽ തുറക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വീടിൻ്റെ അകത്തേക്കും വെള്ളമൊക്കെ കയറിയിട്ടുണ്ടാവും. ഞാനെന്തായാലും അങ്ങോട്ടൊന്നും കയറുന്നില്ല, ജസ്റ്റ് ഒന്ന് കാണിച്ചു എന്ന് മാത്രം. ഇവിടെയൊക്കെ കണ്ടോ, ഇതിലൊക്കെ നന്നായിട്ട് വെള്ളം ഒഴുകിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മുടെ പുലിമുട്ടിൻ്റെ പണിക്ക് വേണ്ടി വെയ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നതാണ്. അതായത് അന്ന് കൊണ്ടുവന്നിരുന്ന കല്ലുകളൊക്കെ തൂക്കം നോക്കിയിരുന്ന വെയ് ബ്രിഡ്ജ് ആയിരുന്നു ഇവിടെ. അതൊക്കെ തകർന്നു. ആ വെയ് ബ്രിഡ്ജും കഴിഞ്ഞിട്ട് എത്ര ദൂരം കഴിഞ്ഞിട്ടായിരുന്നു എന്ന് പറയുമോ കടൽ ഭിത്തി ഉണ്ടായിരുന്നു. ആ കടൽ ഭിത്തി കഴിഞ്ഞിട്ടായിരുന്നു കടൽ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് ഇത്രത്തോളം ഇവിടേക്ക് അടിച്ച് കയറി കടൽ. ആ വെയ് ബ്രിഡ്ജിൻ്റെ ഇതൊക്കെയാണ്, കോൺക്രീറ്റൊക്കെയാണ് അവിടെ പോയി കിടക്കുന്നത് കണ്ടോ. മൊത്തത്തിൽ തകർന്നു കേട്ടോ, മൊത്തം തകർന്നു. ഇവിടെയൊക്കെ ആകെ കിടക്കുന്ന കിടപ്പ് കണ്ടോ. നടക്കുമ്പോൾ തന്നെ കുറച്ച് സൂക്ഷിക്കണം. പിന്നൊരു കാര്യം, ഇപ്പോൾ അവധി ദിവസങ്ങളാണ്, വെക്കേഷനൊക്കെയാണ്. പലരും ബീച്ചിലേക്കൊക്കെ ഉള്ള യാത്രകളൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും. നിങ്ങൾ വാർത്തയിൽ കണ്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ ഇതൊന്ന് അവസാനിക്കുന്നവരെ 2 ദിവസത്തേക്ക് പരമാവധി ബീച്ചിലേക്കുള്ള യാത്രകൾ ഒഴിവാക്കുക, കടലിൽ ഇറങ്ങണതൊക്കെ ഒന്ന് ഒഴിവാക്കുക കേട്ടോ. കാരണം കഴിഞ്ഞ ദിവസം കൂടി ഇവിടെയൊക്കെ വന്നിട്ട് ഒരുപാട് പേര് വന്ന് കടലിൽ ഇറങ്ങുകയും കുളിക്കുകയും കുട്ടികളടക്കം വന്ന് കടലിൽ കുളിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണാറുണ്ടായിരുന്നു. പക്ഷേ ഈ ദിവസങ്ങളിൽ ഇന്നിപ്പോൾ തിങ്കളാഴ്ചയാണ്, എന്നാലും അവധിയാണ്, വെക്കേഷൻ ആയതുകൊണ്ട് പലരും വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ഒഴിവാക്കുക. ഇവിടുത്തെ ഒരു അവസ്ഥ നോക്കിയേ, അടിച്ച് തകർത്തിട്ടിരിക്കുക. തെങ്ങുകളും കല്ലും എല്ലാം അടിച്ച് കയറ്റി എന്താ പറയുക, അത്രയും ഇതാക്കിയിട്ടിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ കുറേ നാളായി വീഡിയോ ചെയ്തിട്ട് യൂട്യൂബിൽ. പലരും ചോദിക്കാറുണ്ട് എന്താ വീഡിയോ ചെയ്യാത്തത്. ഞാൻ ഏകദേശം യൂട്യൂബിൽ അങ്ങനെ ഇപ്പോൾ ആക്റ്റീവ് അല്ലാതെ നിൽക്കുന്ന ഒരു ടൈമായിരുന്നു. പക്ഷേ ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ടും അതുപോലെ തന്നെ കുറേ പേര് എന്നെ വിളിച്ച് ഇവിടുത്തെ അപ്ഡേറ്റ് ചോദിച്ചതുകൊണ്ടും ഒന്ന് വീഡിയോ ഇടാം എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് കേട്ടോ. അപ്പോൾ യൂട്യൂബൊക്കെ ഇപ്പോൾ പരമാവധി മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് എൻഗേജഡായിട്ട് പോവുമായിരുന്നു. കാരണം യൂട്യൂബ് സത്യം പറയാമല്ലോ, എന്തുകൊണ്ടാണ് യൂട്യൂബ് നിർത്തിയോ, യൂട്യൂബിൽ വീഡിയോ ഒന്നും ഇടാറില്ലേ എന്നൊക്കെ പലരും ചോദിക്കാറുണ്ട്. കാര്യം സത്യം പറഞ്ഞാൽ ഞാൻ യൂട്യൂബ് ഏകദേശം നിർത്തിയ പോലെ തന്നെയായിരുന്നു. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് യൂട്യൂബിന് വേണ്ടി ഒരുപാട് സമയവും നമ്മുടെ അധ്വാനവും ഒക്കെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനുള്ള എന്താ പറയുക, നമുക്ക് അതിന് എന്തെങ്കിലും ഒന്ന് റിട്ടേൺ കിട്ടണ്ടേ. അല്ലാതെ നമ്മുടെ സമയം, നമ്മളാ സമയം ജോലി ചെയ്യേണ്ട സമയം, അല്ലെങ്കിൽ നമുക്കുണ്ടല്ലോ മറ്റ് ആവശ്യങ്ങളും ഫിനാൻഷ്യലായിട്ടുള്ള നീഡ്സൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതൊക്കെ കവർ ചെയ്ത് പോകണമെങ്കിൽ യൂട്യൂബിൽ നിന്നുകൊണ്ട് നടക്കില്ല എന്ന് മനസ്സിലായതുകൊണ്ടാണ് ഞാൻ പൊതുവേ യൂട്യൂബിൽ നിന്ന് ഒഴിവായത്. അതുപോലെ തന്നെ വ്യൂവേഴ്സും കുറഞ്ഞു. അപ്പോൾ മറ്റ് ജോലികളും കാര്യങ്ങളൊക്കെ ആയിട്ട് പോവുകയാണിപ്പോൾ. എന്നാലും നിങ്ങളെൻ്റെ സബ്സ്ക്രൈബേഴ്സ് ഒരുപാട് പേര് ഈ അപ്ഡേറ്റൊക്കെ അറിയാൻ കാത്തിരിക്കുന്നത് കൊണ്ട് എനിക്കിത് ഇടാതെ പറ്റില്ല.
ഇത് നിങ്ങൾക്ക് വേണ്ടി ഇടുന്നതാണ്, അല്ലാതെ വേറെ യാതൊരു ഉദ്ദേശവും സാമ്പത്തിക നേട്ടം പോലും ഉദ്ദേശിക്കുന്നില്ല. പണ്ടൊക്കെ വീഡിയോകളിൽ നിന്ന് സത്യം പറയാം, വീഡിയോകളൊക്കെ നല്ല റീച്ച് ഉണ്ടായിരുന്ന സമയത്ത് എനിക്ക് യൂട്യൂബിൽ നിന്ന് അത്യാവശ്യം കുറച്ചൊക്കെ പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴൊന്നും ഒന്നും കിട്ടാത്തൊരു സമയമാണ്. എന്നിട്ടും കൂടി ഞാൻ വീഡിയോ ഇടാൻ കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അപ്ഡേറ്റ് ചോദിച്ചത് കൊണ്ടും നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്നത് കൊണ്ടും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നും എന്തെങ്കിലുമൊക്കെ ഇവിടെ ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് അറിയിക്കാം. ഇതാണ് ഇപ്പോഴത്തെ ഇവിടുത്തെ അവസ്ഥ. അങ്ങോട്ടൊക്കെ നടന്നു കഴിഞ്ഞാൽ നമുക്ക് സത്യം പറഞ്ഞാൽ വിഷമായി പോകും. അതുപോലെയാണ് കടൽ കിടക്കുന്നത് കേട്ടോ. ഞാൻ പറ്റുകയാണെങ്കിൽ ഒരു ഡ്രോൺ വിഷ്വൽ കാണിക്കാൻ പറ്റുകയാണെങ്കിൽ കാണിച്ചു തരാം. അപ്പോൾ മുകളിൽ നിന്നുള്ളൊരു വിഷ്വൽ കാണുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും. ഈ വീഡിയോയിലല്ല, അടുത്ത വീഡിയോയിൽ ഞാൻ ഒരു ഡ്രോൺ വിഷ്വൽ കാണിക്കാൻ പറ്റുമെന്ന് നോക്കാം കേട്ടോ, ഈ ഒരു ഏരിയയുടെ ഒരു ഡ്രോൺ വിഷ്വൽ. അപ്പോൾ ദാ അപ്പോൾ എന്തായാലും ഇപ്പോൾ ഞാൻ തിരിച്ചു പോട്ടെ കേട്ടോ. വൈകുന്നേരം എന്തെങ്കിലുമൊക്കെ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ ഞാൻ അറിയിക്കാം. ഇപ്പോൾ ഞാൻ വന്നത് ഇപ്പോൾ കടലിൻ്റെ തീരത്ത് കൂടിയാണ്. ഈ റോഡൊന്ന് കാണിച്ചു തരാം. റോഡിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ, ഇതിലെ കടൽ കയറി ഇതാണ് നമ്മുടെ റോഡ് കേട്ടോ. ഇതിലിപ്പോൾ എങ്ങനെ നടക്കുക നോക്കിയേ, വെള്ളം ഒഴുകിയതിൻ്റെ അടയാളങ്ങൾ കണ്ടോ. ഇന്നലെ അത്രയും അതിശക്തമായിട്ട് കുത്തി ഒഴുകിയിട്ടുണ്ട് വെള്ളം. ഇത് കണ്ടോ, ഇത് റോഡാണ്. റോട്ടിൽ വെള്ളം നിൽക്കുന്നുണ്ടോ, ഇപ്പോഴും വറ്റി പോയിട്ടൊന്നുമില്ല, നിറച്ച് വെള്ളം നിൽക്കുകയാണ് റോട്ടിൽ. ഇതൊക്കെ കടൽ വെള്ളമാണ് കേട്ടോ, അല്ലാതെ മഴ പെയ്ത വെള്ളമൊന്നുമല്ല. മഴയൊന്നുമില്ല. മഴയൊക്കെ ഇവിടെ മഴ കിട്ടിയിട്ട് എത്ര കാലമായി. തെക്കോട്ടൊക്കെ ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്, വാർത്തകളിലൊക്കെ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ തൃശ്ശൂർ മഴ കിട്ടിയിട്ട് കുറേ കാലമായി. പക്ഷെ ഇങ്ങനെ റോഡിലൊക്കെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ മഴ വെള്ളം കെട്ടി നിൽക്കുന്ന പോലെയാണ് നിൽക്കണേ. പക്ഷെ അതൊന്നല്ല, കടലിൽ നിന്ന് വെള്ളം കയറിയതാണ്. ഉപ്പുവെള്ളമാണ് ഈ നിൽക്കണത്. അപ്പോൾ എന്തായാലും തിരിച്ചു പോട്ടെ. വൈകിട്ട് എന്തെങ്കിലും കൂടുതലായിട്ട് അറിയുകയാണെങ്കിൽ ഞാൻ ലൈവായിട്ട് തന്നെ കാണിക്കാം, അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ശരി, അങ്ങനെ. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. യൂട്യൂബ് നിർത്തണമൊന്നുമില്ല, പരമാവധി വീഡിയോസൊക്കെ ഇട്ട് പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ ശരി കേട്ടോ, ബൈ. ഇവിടത്തേക്കൊരവസ്ഥ നോക്കിയേ.